ചന്ദ്രപക്ഷത്തേക്ക് സ്വാഗതം. ആത്മഹത്യ ഒരു പ്രശ്നപരിഹാരമോ? ഈ ലോകം ഒരു ജയിലാകുന്നു. അതെ, നാം ജീവിക്കുന്ന ഈ വ്യാവഹാരിക ലോകം ഒരു തടവറയാണ് എന്ന് തിരിച്ചറിയുക. നമ്മളാണ് അതിലെ പുള്ളികൾ. ജയിൽ പുള്ളികൾ പലതരത്തിൽപ്പെട്ടവരാണ്. സത്യസന്ധമായി അച്ചടക്കത്തോടെ കാലാവധി പൂർത്തിയാക്കി ജയിൽ മോചിതരാകുന്നവർ. ജയിലിൽ ആയിപ്പോയതിൽ രോഷം പൂണ്ട് സഹതടവുകാരെ ആക്രമിക്കുകയും നിയമത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവർ. അവർ വീണ്ടും കുറ്റവാളികളായി ശിക്ഷാ കാലാവധി നീട്ടിവാങ്ങുന്നു. എങ്ങനെയെങ്കിലും പുറത്തു വരാൻ ശ്രമിച്ച് ജയിൽ ചാടുന്നവർ. അവസാനത്തെ കൂട്ടർ ഏറ്റവും മാതൃകാപരമായി ജീവിതം നയിച്ച് സഹതടവുകാരെ കൂടി സഹായിച്ച് കാലാവധിക്ക് മുമ്പ് തന്നെ ജയിൽ മോചിതരാകുന്നവർ. ഇതിൽ ഒന്നാമത്തെ കൂട്ടർ ഈ ലോകത്ത് ജീവിക്കുന്ന സാധാരണക്കാരുടെ പ്രതിനിധികളാണ്. അവർ പ്രയത്നം കൊണ്ട് ജീവിച്ച് സ്വന്തം കാര്യം നോക്കി ആയുസ് പൂർത്തിയാക്കും. രണ്ടാമത്തെ കൂട്ടർ സമൂഹത്തിന് ഭീഷണിയാണ്. അവർ സഹജീവികളുമായി സംഘർഷത്തിലായിരിക്കും. സാമൂഹ്യ വിരുദ്ധർ, അഴിമതിക്കാർ എന്നിവർ ഈ ഗണത്തിൽപ്പെട്ടവരായിരിക്കും. മൂന്നാമത്തെ കൂട്ടർ അസ്വസ്ഥരാണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ, അക്ഷമ കാണിക്കുന്നവർ. അവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നും ഒരു കുഴി കഴിഞ്ഞാൽ ഒരു കുന്നാണെന്നും തിരിച്ചറിവില്ലാത്തവരാണവർ. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള നന്മകളെ അവർ കാണാൻ ശ്രമിക്കുന്നില്ല. ദൂരക്കാഴ്ചയില്ലാത്തവരാണ്. ജയിൽ ചാടിക്കഴിഞ്ഞാൽ ഒരിടത്തും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലല്ലോ. സദാ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും അവർ. ആ ചിന്ത അവരെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്താലും സംഭവിക്കുന്നു. പൂർത്തീകരിക്കാതെ ഇട്ടുപോയ കർമ്മങ്ങൾ വേട്ടയാടുക തന്നെ ചെയ്യും. ആത്മഹത്യ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള മോചനമല്ല, ഒഴിഞ്ഞുമാറലാണ്. ഏൽപ്പിച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കാതെ മോചനമില്ല തന്നെ. മനുഷ്യജന്മം എന്ന സൗഭാഗ്യം കിട്ടണമെങ്കിൽ എത്രയോ നാൾ കാത്തിരിക്കണം, എത്രയോ ജന്മങ്ങൾ കാത്തിരിക്കണം. കിട്ടിയ സൗഭാഗ്യങ്ങൾ കളഞ്ഞു കുളിക്കുന്നവരാണ്. നാലാമത്തെ കൂട്ടരാണ് മഹാത്മാക്കൾ. അവർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു പുരുഷായുസിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളെ പോലെയോ സ്വാമി വിവേകാനന്ദനെ പോലെയോ സന്ത് ജ്ഞാനേശ്വരനെ പോലെയോ ചെറുപ്രായത്തിൽ തന്നെ മഹത്തായ കാര്യങ്ങൾ ചെയ്തു തീർത്ത് മുക്തി നേടുന്നവരാണ് അവർ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യജന്മം അമൂല്യമാണ്. അതിനെ ഫലവത്തായി വിനിയോഗിക്കാം. സഹജീവികൾക്കും ഈ പ്രകൃതിക്ക് തന്നെയും നന്മ ചെയ്തുകൊണ്ട് ഈ ജന്മം ഉത്കൃഷ്ടമാക്കാം. കർമ്മദോഷങ്ങൾ കൊണ്ടാണ് ഈ ജന്മം ദുഃഖപൂർണമായതെങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിനെ തിരുത്താം. ആനന്ദദായകമായൊരു ഭാവി കെട്ടിപ്പടുക്കാം ഈ ലോകത്തിൽ തന്നെ. ഹരി ഓം.